ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസ് ചെയ്യുന്നപ്പോൾ പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചാൽ പോകുന്നത് കുറച്ച് സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ്സ് ആണ്. അതായത് ഞാൻ വാങ്ങിച്ച കുറച്ച് സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ്സ്. കുറേ സെലിബ്രിറ്റികൾ ഇങ്ങനെ ഓരോ നല്ല അടിപൊളി ഡ്രസ്സ് കാണുമ്പോൾ അപ്പോൾ അതേപോലത്തെ ഞാൻ ഡ്രസ്സ് ചെയ്യാൻ കുറച്ച് തപ്പെടുത്തിട്ട് അതേപോലെ ഡ്രസ്സ് ചെയ്യാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് അതിൻ്റെ ചെയ്യാറുണ്ട്. കുറച്ച് പേരൊക്കെ അതിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ വിരാട് കോഹ്ലിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും വിരാട് കോഹ്ലി ഇതേപോലെ കറക്റ്റ് ഇതേപോലെ ഇരിക്കുന്ന ഒരു ഷർട്ട് ഇട്ടിട്ട് ഒരു ഫോട്ടോസ് ഞാൻ കണ്ടു. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു ഷർട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഇത് മീഷോ എന്ന് വാങ്ങിച്ചാണ്. ഏകദേശം 200-250 ആ റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു മറ്റേ പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണിത്. അപ്പോൾ അങ്ങനത്തെയാണ് കണ്ടാൽ ശരിക്കും ഒറിജിനൽ അതേപോലെ തോന്നും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ്സാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചാൽ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇതായത് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ഒരു ഔട്ട്ഫിറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ വാങ്ങണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അല്ലു അർജുൻ്റെ ഒരു ഫോട്ടോയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. മീഷോ തന്നെയാണ് വാങ്ങിച്ചത്. അല്ലു അർജുൻ്റെ ഫോട്ടോ മീഷോയിലും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഫോട്ടോ കൊടുത്തിട്ടാണ് ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്. ശരിക്കും അല്ലു അർജുൻ്റെ അതേപോലത്തെ ഷർട്ട് ഫോട്ടോ ഒന്നും കൂടെ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം 200-300 ആ റേഞ്ചിൻ്റെ ഒക്കെ താഴെ വിലയുള്ള സംഭവമാണ്. പിന്നെ കുറച്ച് വിലയുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു ഷർട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മീഷോ എന്നല്ല, അതിന് ഏകദേശം 600 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ഇട്ടിരുന്ന ഷർട്ടാണ്. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഷർട്ടാണ്. ഒറിജിനലല്ല, ഒറിജിനലിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 30,000-40,000 റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ്. അപ്പോൾ ഞാനൊരു വെബ്സൈറ്റിൽ നിന്ന് തപ്പിയെടുത്തതാണ്. ഏകദേശം 599-650 തോന്നുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ശരിക്കും അതേപോലെ തന്നെയുണ്ട്. അത് ഫോട്ടോ ഒന്നും കൂടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അടിപൊളി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടാണിത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ് നോക്കാം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ജാക്കറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെ ഒരു സിനിമയിൽ നമ്മുടെ നീലാകാശം പച്ചക്കടൽ ചുവന്നു എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിൽ ഇട്ടേക്കുന്ന ആ ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് മീഷോ എന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഇത് ഏകദേശം 500 രൂപ ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്രൗൺ കളർ ജാക്കറ്റ് വരുന്നത്. അപ്പോൾ ഇതും നല്ല അടിപൊളി സംഭവമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ജാക്കറ്റാണിത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുറച്ച് സെലിബ്രിറ്റി ഔട്ട്ഫിറ്റ്സ്. വേറെയും കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതിൽ ഇന്നത്തെ വീഡിയോ ഉണ്ടായുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിട്ട് വിലയിക്കണം അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു അടിപൊളിയുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.